ഈ അമ്മ പുലരി, ഓണമ്പലം വയൽ തുടങ്ങിയ കവിതകളിൽ അമ്മയാണ് അതിലെ പ്രതിപാദ്യ വിഷയം അല്ലേ? അതുപോലെ തന്നെ കാക്കനാട്ടുള്ള കോയ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം എനിക്ക് തോന്നുന്നു അത് കൊച്ചി എഫ്എമ്മിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ഒരു അനുഭവമാണ് തോന്നുന്നു അല്ലേ? അപ്പൊ ഈ കവിതകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എന്താണ് ഇതിന്റെ അനുഭവം എന്നുള്ളത്? ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും ഞാൻ കവിതയിൽ എഴുതിയിട്ടില്ല. കവിതയും പറയുന്ന വാക്കുമെല്ലാം എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായിട്ടുള്ളതാണ്. എൻ്റെ രചനയിൽ ഞാൻ എൻ്റെ പ്രഭാഷണത്തിലൊന്നും അത് കള്ളം പറയാറില്ല. കവിതകൾ സത്യസന്ധമാണ്. അപ്പൊ അമ്മ ഒരു അധ്യാപികയായിരുന്നു. ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു ഞങ്ങളുടെ താമസം. അപ്പൊ ചെറിയ പ്രായത്തിൽ അമ്മയ്ക്ക് രാവിലെ ജോലിക്ക് പോണം. ഞാൻ ചെറിയ കുട്ടി. അപ്പൊ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് എന്നെ നേരെ കാണാനായില്ല. കണ്ണീരിന്റെ തിളങ്ങും ചില്ലിൽ കൂടി കാണുന്നതിനാലെ എന്നാണ് ആ കവിത തുടങ്ങുന്നത്. അപ്പോൾ അമ്മ രാവിലെ പോകുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാണ്. എന്നെ വിട്ടിട്ട് പോണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്ക് എന്നെ നേരെ കാണാൻ പറ്റിയിട്ടില്ല. ആ സമയത്തെല്ലാം കണ്ണീര് വന്ന് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ ആ ഒരു പോകുന്ന ദിവസത്തിന്റെ ഈ അമ്മ പോകുന്നത് വരെയാണ് ആ കവിത. അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മയുടെ അടുക്കള ജോലികൾ ചെയ്യുന്നു, ബാക്കിയെല്ലാം ചെയ്യുന്നു. അവിടെ കാരണവന്മാർക്ക് ചായ കൊടുക്കുന്നു, ബാക്കി ജോലികളെല്ലാം അമ്മ ചെയ്തിട്ട് സാരി ഉടുക്കുന്ന സാരി രീതിയെക്കുറിച്ച് വരെ അതിൽ സൂചിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കറങ്ങും പോലെ സാരി അതെ. ഉടുത്തുടനാകണം എന്നെഴുതിയിട്ടുണ്ട്. സൂചിയിൽ നിന്ന് ഞാൻ അമ്മയുടെ സാരി ഉടുപ്പ് എന്നെ സംബന്ധിച്ച് എല്ലാ കാലത്തും അത്ഭുതമാണ്. അമ്മ ഏറ്റവും വേഗത്തിൽ സാരി ഉടുക്കുന്നവരിൽ ഒരാളാണ്. മിക്ക അധ്യാപികമാരും ഉടുക്കുമായിരിക്കും അങ്ങനെ കേട്ടോ. അമ്മ നിന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങി കഴിയുമ്പോൾ അമ്മ സാരി ഉടുത്ത് കഴിയും. എന്നെ വിളിച്ചിട്ട് ചെറിയ കുട്ടിയായിരിക്കും അതിൻ്റെ ഏറ്റവും താഴത്തെ ആ പ്ലീറ്റ്സ് വിളുമ്പൊന്ന് ശരിയാക്കുക. പിടിച്ചിട്ടാൽ മതി. അപ്പോൾ അത് മാത്രം ഞാൻ ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ സാരി ഉടുക്കുക. അപ്പോൾ അമ്മ പോകുന്നു. അപ്പോൾ ഒന്നാം ബെല്ലിന് തങ്കപ്പൻ ഉം, മണിമുട്ടും മുമ്പേ സ്കൂളിൽ കയറണം അമ്മയ്ക്ക്. ഉം. അപ്പോൾ ആ ആ അമ്മയുടെ ഒരു വേവലാതിയെക്കുറിച്ചാണ് അതിനകത്ത് ആ കവിതയെക്കുറിച്ച് ആ കവിതയിൽ പറയുന്നത്. അപ്പോൾ അത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാനത് എഴുതി എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഉം. അപ്പോൾ ഞാനത് എഴുതി അമ്മയെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അത്യാഹ്ലാദത്തോടു കൂടി അത് സ്വീകരിക്കുന്നത് എനിക്ക് കാണാനിടയായിട്ടുണ്ട്. അതെൻ്റെ വലിയൊരു എനിക്ക് വലിയ സന്തോഷം. ഞാൻ അച്ഛനെക്കുറിച്ചൊരു കവിത എഴുതി, അച്ഛനെ ഓർക്കും നേരം എന്നൊരു കവിതയാണ്. ദീർഘമായൊരു കവിതയാണ്. പക്ഷേ അത് അച്ഛൻ മരിച്ച് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. അമ്മയെക്കുറിച്ച് ഞാൻ അങ്ങനെയല്ല. ഓണമ്പലം വയൽ എന്ന് പറയുന്ന കവിത അതെൻ്റെ മനസ്സിൽ വർഷങ്ങളായി കിടന്ന ഒരു വിഷ്വലാണ്. അമ്മയ്ക്ക് വെക്കേഷൻ ആകുമ്പോൾ അമ്മ മുളവന എന്ന് പറയുന്ന സ്ഥലത്ത് പേരയം എന്ന് പറയുന്ന സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു കൂട്ടുകാരി സാവിത്രി എന്ന് പറയുന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി ഓണമ്പലം വയൽ കഴിഞ്ഞ് നടന്നാണ് പോവുക. വലിയ ഏലയായിരുന്നു ഓണമ്പലം വയൽ. അപ്പോൾ അമ്മയുടെ കൂട്ടുകാരി, അമ്മയുടെ ഒരു ബന്ധുവായ കൂട്ടുകാരി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ മകൾ, ചെറിയ കുട്ടി, അവൾക്ക് എന്നോട് കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ വലിയ കൂട്ടുകാരിയായിരുന്നു. അപ്പോൾ അവളെയും എന്നെയും കൂടെ കൊണ്ടുപോയി. ഞാനന്നൊരു അശക്തനായിട്ടുള്ള പയ്യനായിരുന്നു. വളരെ മെല്ലിച്ച പയ്യനായിരുന്നു. അപ്പോൾ മെല്ലിച്ച പയ്യനായിട്ട് ഞാനും അവളുടെ കയ്യിലൊരു കുടയും കുഞ്ഞു കുടയായിട്ടൊക്കെ പോയിട്ട് ആ കുട ഇങ്ങനെ പാറിപ്പോയിട്ട് അങ്ങനെയൊക്കെയുള്ള വിഷ്വൽ എൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും അതിങ്ങനെ എപ്പോഴും എത്രയോ കാലം എൻ്റെ കൂടെ ആ വിഷ്വൽ ഇങ്ങനെ കിടക്കുകയാണ് എനിക്ക്. അതാണ് ഓണമ്പലം വയൽ എന്ന് പറയുന്ന കവിത എഴുതിയത്. ഈ വർഷങ്ങൾക്ക് ശേഷം ഇവര് ഓണമ്പലം വയൽ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആ അമ്മമാര് പോയിട്ട് ചെളിയാകെ പുരണ്ട കാലുമായിട്ട് ചെല്ലുമ്പോൾ വഴിയിലൊരു ചായക്കടയിൽ നിന്ന് വെള്ളം വാങ്ങി കാലൊക്കെ കഴുകിച്ച് പിള്ളേരെ കാല് കഴുകിച്ച് കൊണ്ടുപോയിട്ട് അതാണ് വിഷ്വൽ അതിനകത്ത്. പക്ഷേ അതൊരു വലിയ ആശങ്കയെക്കുറിച്ചാണ് പറഞ്ഞാണ് ആ കവിത അവസാനിക്കുന്നത്. ആ ഇവർക്ക് വീണ്ടും കൂട്ടുകാരി ഈ കവിത വായിച്ചിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ട്. ഞാനത് എഴുതി കഴിഞ്ഞിട്ട് അയച്ചു കൊടുത്തു. ഉം, അപ്പോൾ വലിയ ആഹ്ലാദം ഉം, അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു എന്നോട്. കാരണം അങ്ങനെയൊന്നും ഓർക്കുന്നുണ്ടായിരുന്നില്ല ഉം, അത്. അത് അന്ന് ആ കുട്ടി തീരെ ചെറുതാ. ഉം, ഞാൻ കുറച്ചുകൂടെ എനിക്കൊരു 6 വയസ്സോ 7 വയസ്സോ ഉണ്ടായിരിക്കുകയും അവൾക്ക് ഒരു 4 വയസ്സോ 5 വയസ്സോ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ തമ്മിലൊരു 3 വയസ്സിന്റെ പ്രായ ഉം, വ്യത്യാസം. അപ്പോൾ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് എല്ലാ സമയത്തും ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു കവുങ്ങ് പാളയിൽ നമ്മൾ ഈ അലുക്കൊക്കെ വെച്ചിട്ട് ഒരു ഒരു അമ്പലത്തിൽ ഒരു എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അമ്പലം അനുകരിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വീട്ടുടമസ്ഥൻ വന്ന് ഈ പാള തട്ടിത്തെറിപ്പിച്ചിട്ട് ഉം. അതിനെക്കുറിച്ചൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അതോടുകൂടി എനിക്ക് എൻ്റെ ഈ ഭൂമിയിൽ ഒരു വീടും എൻ്റേതല്ല എന്ന് തോന്നുന്ന വിധത്തിൽ എനിക്ക് വലിയ ഒരു അരക്ഷിത ബോധം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എവിടെയും അങ്ങനെ ഒരു അരക്ഷിത ബോധം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. ചിലപ്പോൾ ആ കുട്ടിക്കാലത്ത് അങ്ങനെ വാടക വീടുകളിൽ പലയിടത്ത് താമസിച്ചതുകൊണ്ടുണ്ടായതായിരിക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ അത്തരം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ചില ആഹ്ലാദകരമായിട്ടുള്ള അനുഭവങ്ങൾ, പ്രണയം, പ്രണയഭംഗം അതെല്ലാം എനിക്ക് കവിതയ്ക്ക് വിഷയമായിട്ടുണ്ട്. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും കവിതയ്ക്ക് വിഷയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കവിത. അത് ഈ കാക്കനാട്ടെ കോയ അത് അത് പറഞ്ഞോ? കാക്കനാട്ടുള്ള മുഹമ്മദ് കോയതൻ ഉം, വാടക വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ആ കവിത ഉം, ആരംഭിക്കുന്നത്. ശത്രു എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഉം, ഞാൻ തിരുവനന്തപുരം ആകാശവാണിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അകാരണമായി എന്നോടൊന്ന് അകന്നിരുന്നു. ഉം, എനിക്ക് തന്നെ കാരണം അറിയില്ല. എന്നേക്കാൾ ഇളയ ഒരാളാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഞാൻ
എൻ്റെ സ്വന്തം അനുജനെ പോലെ കരുതിയിരുന്ന അയാളുടെ ഒരു അകൽച്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അപ്പോൾ അതാണ് ആ കവിതയ്ക്ക് നിമിത്തമായത്. അപ്പോൾ അതിൻ്റെ താഴെ ഏറ്റവും ഒടുവിൽ ഈ ആരോടാണ് ശത്രുത കാണിക്കേണ്ടത്, നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് നാട്ടുന്ന വെന്നിക്കൊടികൾ അധോമുഖം നിൽക്കുന്നത് കൊണ്ട് ആരോടാണ് ശത്രുത ഉള്ളത് എന്ന് പറഞ്ഞ് എഴുതിയൊരു കവിതയാണ്. അത് പക്ഷേ ഞാൻ കാക്കനാട് താമസിച്ചിരുന്ന മുഹമ്മദ് കോയ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അത് ആ കവിത ആരംഭിക്കുന്നത് അങ്ങനെയാണ്, കാക്കനാട്ടുള്ള മുഹമ്മദ് കോയതൻ വാടക വീട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത ആരംഭിക്കുന്നത്. നമുക്കിനി ലളിതഗാനങ്ങളിലേക്ക് വരാം. ആകാശവാണിക്ക് വേണ്ടിയും അല്ലാതെയും തന്നെ ധാരാളം ലളിതഗാനങ്ങൾ താങ്കൾ എഴുതിയിട്ടുണ്ട്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ തന്നെയുള്ള മിഥുന മഴയുടെ നേർത്ത മിഥുന മഴയുടെ മേഘമാലകൾ നേർത്തു നേർത്തു മറഞ്ഞുപോയി. അതെ. അതുപോലെ ഈ വിഷുവിനോടനുബന്ധിച്ചുള്ള കവിത, ഓണത്തോടനുബന്ധിച്ച്, അങ്ങനെ ധാരാളം ലളിതഗാനങ്ങൾ താങ്കൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ലളിതഗാനങ്ങൾ എഴുതുന്നത് കവിതയുമായി വളരെ വ്യത്യാസമുണ്ടല്ലോ രണ്ടും തമ്മിൽ. അപ്പൊ ഈ രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഈ വ്യത്യാസപ്പെടുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു രചന? ആകാശവാണിയിൽ ലളിതഗാനങ്ങൾ എഴുതാൻ ഇടയായിട്ടുള്ളത് ഒരു പക്ഷേ അതിന് ശ്രീറാമാണ് കാരണക്കാരൻ. ജി ശ്രീറാം എന്ന് പറയുന്ന സംഗീതജ്ഞനും ഗായകനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ വലിയ സൗഹൃദമായിരുന്നു ഞങ്ങൾ തമ്മിൽ, ഇപ്പോഴും അതെ. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കൊണ്ട് ആദ്യമായിട്ട് പാട്ട് എഴുതിക്കുന്നത്. അപ്പോൾ എനിക്ക് പാട്ട് എഴുതാൻ പറ്റും എന്നൊന്നും എനിക്ക് യാതൊരു വിചാരവും ഇല്ലാത്തൊരു കാലമാണ്. ഞാൻ കവിതകൾ എഴുതും. അപ്പോൾ ശ്രീറാം പറഞ്ഞു, നിങ്ങൾ ഇത്രയും കവിതകൾ എഴുതുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പാട്ട് എഴുതാൻ പറ്റുമായിരിക്കും, അപ്പോൾ പാട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓണപ്പാട്ടോ മറ്റാണ് എന്നെ കൊണ്ട് ആദ്യം എഴുതിക്കുന്നത്. അപ്പോൾ അത് എഴുതിയിട്ട് അതിന് എം ജി രാധാകൃഷ്ണനാണ് സംഗീതം കൊടുത്തത്. എൻ്റെ വരിയൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അദ്ദേഹം എന്നെ പ്രശംസിച്ചോന്നില്ല, പക്ഷെ ശ്രീറാം അത് വളരെ നന്നായി എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീറാമിന് ഇൻഡിപെൻഡൻറ്റ് ചാർജായിട്ട് സംഗീതം കിട്ടുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു മാനസിക ഐക്യം കൊണ്ട് ഞങ്ങൾ ഒരുപാട് പാട്ടുകളുണ്ടാക്കി. ഈ മിഥുന മഴയുടെ മേഘം, അന്ന് പ്രതിമാസം ഓരോ മാസത്തിന്റെയും പ്രത്യേകത വെച്ച് ഓരോ പാട്ടുകൾ കൊടുക്കുന്ന ഒരു ലളിത സംഗീത പരിപാടിയും ഉണ്ടല്ലോ, അതിനകത്തും താങ്കൾ എഴുതിയിട്ടുണ്ട്. ലളിത സംഗീത പാഠം 1-2 പാട്ട് അതിലും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് കൂടുതലും എഴുതിയത് ഈ മാസത്തിന്റെ ഒരു മാസത്തിലെ എല്ലാ ആഴ്ചയും പാട്ട്, ഗീതം സംഗീതം. അപ്പോൾ അതിൽ ധാരാളം പാട്ടുകൾ എഴുതി ശ്രീറാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മിഥുനമാസത്തിന് വേണ്ടി എഴുതിയതാണ് മിഥുന മഴയുടെ മേഘമാലകൾ നേർത്തു നേർത്തു മറഞ്ഞുപോയി എന്ന് പറയുന്നത്. വേറെയും സോമശേഖരൻ നായർ സംഗീത സംവിധാനം ചെയ്തിട്ട് നവംബറിലോ മറ്റോ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, മലയാളത്തെ കുറിച്ച് നല്ലൊരു പാട്ട്. അത് പുതിയ വർഷത്തെ കുറിച്ച് എഴുതിയത്. പിന്നെ വരൂ 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 വിമുഖം ഈ ദിനങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് ലീലാമ്മ മാത്യു പാടിയ പാട്ടുണ്ട്. അങ്ങനെ പെരുമ്പാവൂർ സാർ ചെയ്ത പാട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 100-150 പാട്ടുകൾ ഇതിനകം എഴുതി കാണും. പക്ഷെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ കുഴപ്പങ്ങളിലൊന്ന്, ഞാനിതൊന്നും ഡോക്യുമെന്റ് സൂക്ഷിക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആകാശവാണിയിൽ എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കേണ്ടി വന്നിട്ടുള്ളത് രാജേശ്വരി മോഹൻ ധാരാളം പാട്ട് എഴുതിച്ചിട്ടുണ്ട്, ഹീരാറാണി മാഡം എഴുതിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. പിന്നീട് മല്ലിക കുറുപ്പ് എന്നെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. മല്ലിക കുറുപ്പിനൊക്കെ എന്നെ വലിയ വിശ്വാസമായിരുന്നു. ഞാൻ ആലപ്പുഴ ഒരു സ്ഥലത്ത് ഒരു തഴക്കര മുരളീധരൻ്റെ കൂടെ ഒരു കാർഷിക മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് മല്ലിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു പാട്ട് എഴുതി അയച്ചു തരണം, ഇവിടെ TS രാധാകൃഷ്ണൻ സംഗീതജ്ഞൻ വന്നിരിക്കുന്നു, വിഷുവിൻ്റെ അന്ന് കൊടുക്കേണ്ടതാണ്, വേറെ ആരോ എഴുതാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല, അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒരു പാട്ട് എഴുതിയ. ഞാൻ ആ മീറ്റിങ്ങിലിരുന്ന് എഴുതിയ ഒരു പാട്ടാണ്, അത് മറന്നുപോയി. ഞാൻ കണി കാണുന്നതിനെ കുറിച്ചുള്ളൊരു പാട്ടാണ് കേട്ടോ. അതൊക്കെ ഓർക്കേണ്ടതായിരുന്നു, എന്നാൽ എനിക്കിപ്പോൾ ഇതൊക്കെ പറയാമായിരുന്നു. പക്ഷെ ഇതൊന്നും ഓർമ്മയിൽ നിൽക്കാതിരിക്കോ അല്ലെങ്കിൽ സൂക്ഷിക്കാതിരിക്കോ ചെയ്യുന്നത്. ഉണ്ടാവണം ഇത്. അത് ഇടയ്ക്കിടയ്ക്ക് പ്രക്ഷേപണം ചെയ്യണം. കാവാലം സാറാ പാടിയത്. അതിൻ്റെ സംഗീതം ചെയ്തത് TS രാധാകൃഷ്ണജിയാണ്. ഞാൻ പെട്ടെന്ന് പാട്ടെഴുതുന്ന ഒരാളാണ് എന്ന് ആ കാലത്തൊരു ഖ്യാതി ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും അങ്ങനെ പെട്ടെന്ന് പാട്ട് എഴുതി. ഇപ്പൊ ദിലീപ്, പുതിയ ചുമതലക്കാരനായിട്ടുള്ള ശശി വന്നപ്പോൾ, N ശശികുമാർ, ദിലീപ്, ഇവരൊക്കെ എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കാറുണ്ട്. ദിലീപ് എന്നോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് പാട്ട് എഴുതിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല പാട്ടുകൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ. ഈ പാട്ടുകളൊക്കെ ആൽബം ചെയ്തുകൂടെ, അതിനെ ചിത്രീകരിച്ചിട്ട്? നമുക്ക് പറ്റില്ലല്ലോ, അതൊക്കെ ആകാശവാണിയുടെ സ്വത്തല്ലേ, അതിന് നമുക്ക് റൈറ്റ് ഇല്ലല്ലോ. ഒരു പക്ഷേ പാട്ട് എഴുതാൻ ആരംഭിച്ചത് തന്നെ നാട്ടിൽ നാടക സമിതികൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ നാടക സമിതികൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒക്കെയാണ് പാട്ടുകൾ എഴുതിയിരുന്നത്. ആ കാലത്ത് നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നമ്മളെ കൊണ്ട് പാട്ടുകൾ എഴുതിക്കുക. ഞങ്ങളുടെ നാട്ടിൽ മുഖത്തല ശശിധരൻ എന്ന് പറഞ്ഞിട്ട്, ശശിധരൻ പിള്ള, അദ്ദേഹം നല്ല പാട്ടുകൾ എഴുതുന്ന ആളായിരുന്നു. വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു, വേണു പ്ലാങ്കാലിൽ. അപ്പോൾ അവരൊക്കെ നല്ല പാട്ടെഴുത്തുകാരായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ഒക്കെ നിന്ന് പാട്ടുകൾ എഴുതുക, അങ്ങനെയാണ് അത് ശീലിക്കുന്നത്. പക്ഷെ പിന്നെ അത് ഉപേക്ഷിക്കപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ആകാശവാണി വന്നിട്ട് വീണ്ടും സജീവമായിട്ട് ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആകാശവാണിയുടെ ലളിതഗാനങ്ങൾക്ക് പഴയതുപോലെ ഒരു സ്വീകാര്യത ഉണ്ടോ എന്ന് സംശയമുണ്ട്. അത് ഇപ്പോൾ അനേക മാധ്യമങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്തത് കൊണ്ടാണ്. എങ്കിലും പഴയ MG രാധാകൃഷ്ണൻ സാറൊക്കെ അത്തരം പാട്ടുകൾക്ക് പണ്ട് ഇപ്പോഴും സിനിമാ പാട്ടുകളെ പോലെ തന്നെ പോപ്പുലാരിറ്റി ഉണ്ട്. ONV സാർ പറയും, ലളിതഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് പോയട്രിയാണ്. അത് ശരിക്കും കവിതയാണോ എന്ന് ചോദിച്ചാലല്ല. നിങ്ങളോട് വേറൊരാൾ ഒരു സന്ദർഭം പറയുമ്പോഴോ നിങ്ങളോട് വേറൊരാൾ ആവശ്യപ്പെടുമ്പോഴോ നിങ്ങൾ ഉണ്ടാക്കുന്ന കവിതയാണ്, അത് അപ്ലൈഡ് പോയട്രിയാണെന്ന് സാറ് പറയും. സ്വാഭാവികമായിട്ട് വരുന്ന ഗാനങ്ങളും ഉണ്ടാവും.
അപ്പോൾ പാട്ടെഴുത്ത് എന്ന് പറയുന്നത് ഒരു അനായാസ പ്രക്രിയയാണ്. ഇപ്പോൾ നമ്മളൊരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഒരു പാട്ട് എഴുതാൻ ഉം. പറ്റും. ഒരുപാട് ആലോചിക്കുകയൊന്നും വേണ്ട. പാട്ടിൻ്റെ ഒരു റിഥം നമ്മളുടെ കവിത കയ്യിലേക്ക് വന്നുപെട്ടാൽ മതി. എഴുതുന്നതിനേക്കാളും കവിത എഴുതുന്നതിനേക്കാൾ ലളിതമായിട്ട് എഴുതാം. കവിതയും അനായാസമായിട്ട് എഴുതാം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിന് വേണ്ട അനുഭവങ്ങൾ എത്രയോ യാതന സഹിച്ചിട്ടാണ് നമ്മൾ ആ അനുഭവങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. അത് ഏതോ ഒരു സമയത്ത് കവിത എന്ന് പറയുമ്പോൾ ഏതോ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷെ പാട്ട് അങ്ങനെയല്ല, ഒരാൾ പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. ഉം, ആ ഉം, വ്യത്യാസം അതിനകത്ത് ഉണ്ടായിരുന്നേ ഉള്ളൂ. ഉം. മാത്രമല്ല താങ്കളുടെ കവിതകളെല്ലാം വൃത്തനിബദ്ധമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ചൊരു പ്രയത്നം ആവശ്യമുണ്ടോ ഇങ്ങനെ? അല്ല, അതിനാണ് പ്രയത്നം ഏറ്റവും കുറച്ച് ആവശ്യമുള്ളൂ. ആ. കാരണം നമ്മൾ പണ്ടേ തന്നെ ഈ വൃത്തങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ ഏതോ ഒരു തരത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഉം. അക്ഷരശ്ലോകം പഠിക്കുമ്പോഴോ കവിതകൾ കേൾക്കുമ്പോഴോ ഒക്കെ നമ്മളുടെ ഉള്ളിൽ ആ താള പദ്ധതി അകത്തുണ്ട്. ഉം. അപ്പോൾ പിന്നെ നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വരൂ. എനിക്ക് ഗദ്യത്തിൽ കവിത എഴുതിയാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് നന്നായിട്ട്. ഉം. പക്ഷെ ഞാൻ എഴുതി പരാജയപ്പെട്ടിട്ടുള്ള ഒരാളാണ്. എനിക്കത് സാധ്യമല്ല. ഉം. എനിക്കിതാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പാറ്റേൺ. അതുകൊണ്ട് തന്നെ ഒരുപാട് കവിത എഴുതാതെ പോകും. ഉം. ഈ പാറ്റേണിലേക്ക് പാകപ്പെട്ട് വരാത്ത അനേകം ആശയങ്ങൾ എൻ്റെ ഉള്ളിൽ ഇല്ലാതെയായി പോയിട്ടുണ്ടാവണം. ഉം. ഉം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കവിയായ PM ഗോവിന്ദൻ ഉണ്ണി, ഞങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ച് താമസിച്ചതാണ്. ഞാൻ ഉണ്ണിക്കും കവി കെ രാജഗോപാലിനും ഒക്കെ കവിത എഴുതിയാൽ അയച്ചു കൊടുക്കും. ഉം. അപ്പോൾ ഉണ്ണിയുടെ വകയായിട്ട് ചില തിരുത്തലുകളൊക്കെ അതിൽ നടക്കാറുണ്ട്. ഉണ്ണിക്ക് നല്ല വൃത്തബോധമാണ്. ഉം. അപ്പോൾ അങ്ങനെയൊക്കെ ചില എഡിറ്റിങ്ങുകളും ഒക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. എൻ്റെ മാത്രം ഒരു ആണ് വരുന്ന കവിതകൾ എന്ന് പറയാൻ നിർവാഹമില്ല. താങ്കൾ ധാരാളം വേദികളിൽ പ്രസംഗിക്കാറുണ്ട്. ഒരു പ്രത്യേക ഒരു കലയാണ്. താങ്കളുടെ പ്രസംഗം കേട്ടിരിക്കാൻ വലിയ സുഖമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ വിരസമെന്ന് തോന്നുന്ന വിഷയങ്ങളെക്കുറിച്ച് പോലും താങ്കൾ വളരെ സരസമായി സംസാരിക്കും. അപ്പോൾ കേട്ടിരിക്കുന്നവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു കഴിവ് താങ്കൾക്കുണ്ട്. എങ്ങനെയാണ് ഈ പ്രസംഗ കല താങ്കൾ സ്വായത്തമാക്കിയത്? അത് ഞാൻ സ്വായത്തമാക്കി എന്ന് പറയാൻ പറ്റില്ല. അത് എന്നിൽ എപ്പോഴോ ഉണ്ടായിരുന്നു അത്. കാരണം എൻ്റെ അച്ഛൻ വളരെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ ഒറ്റ മകനായതുകൊണ്ട് അച്ഛൻ പ്രസംഗിക്കാൻ പോകുന്ന എല്ലാ വേദികളിലും എന്നെ കൂടെ കൊണ്ടുപോകും. ഞാനിപ്പോൾ അച്ഛൻ്റെ കൂടെ സ്റ്റേജിൽ പോയിട്ട് മാറി ഒരു സ്ഥലത്ത് നിൽക്കും. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല. അപ്പോൾ അച്ഛൻ പ്രഭാഷണം നടത്തുമ്പോൾ അച്ഛൻ്റെ സൈഡിൽ ഞാൻ 1 മണിക്കൂർ, 1.25 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ 5 വയസ്സുള്ള ഞാൻ കൈകെട്ടി അവിടെ നിൽക്കും. അങ്ങനെ എൻ്റെ സഭാകമ്പ പോയി എന്നാണ് എൻ്റെ ഒരു വിചാരം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരം നടക്കുന്നു സ്കൂളിൽ, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ. അന്ന് യുവജനോത്സവമാണ്. ഇപ്പോൾ സ്കൂൾ കലോത്സവം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ പ്രസംഗ മത്സരം നടക്കുന്നു. അപ്പോൾ അതിന് അനൗൺസ് ചെയ്യുന്നു, പ്രസംഗ മത്സരത്തിൽ പേര് കൊടുക്കാൻ താല്പര്യമുള്ളവർ ചെല്ലണമെന്ന്. വെറുതെ 5ാം ക്ലാസ്സിൽ പഠിക്കും. അച്ഛൻ്റെ കൂടെ വരിക. ഞാൻ അച്ഛൻ്റെ കൂടെ പറഞ്ഞു എനിക്ക് പ്രസംഗിക്കണമെന്ന്. അതുവരെ ഞാൻ പ്രസംഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തോ ഒരു വിഷയം അച്ചടക്കം വന്നു, എന്തോ പറയുന്നൊരു വിഷയം. അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രസംഗിച്ചോളൂ. അച്ഛൻ അങ്ങനെ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പേര് കൊടുത്തു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എന്തോ ഒരു വിഷയം തന്നു. അപ്പോൾ ഞാൻ ഈ അച്ഛൻ സംസാരിക്കുന്നത് മുഴുവൻ എല്ലാ സ്ഥലത്തും നടന്ന് കേൾക്കുകയല്ലേ. വീട്ടിൽ നിത്യേന നിരവധി ആൾക്കാർ വരും. രാവിലെ കതക് തുറന്നിട്ടാൽ വൈകുന്നേരം രാത്രി മാത്രം അടയ്ക്കുന്നൊരു വീടായിരുന്നു ഞങ്ങളുടെ. ഇത്തരം വിഷയങ്ങളാണ് പലരും സംസാരിക്കുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു എന്ന് വേണം വിചാരിക്കാൻ. എനിക്ക് 1ാം സ്ഥാനം കിട്ടി. 10ാം ക്ലാസ്സുകാരുടെ കൂടെ മത്സരിക്കുകയാണ്. എനിക്ക് ശ്രമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഈ സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അന്ന് ഞാൻ ആരംഭിച്ച പ്രസംഗം ഞാൻ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. 5ാം ക്ലാസ്സിലാണ് തുടങ്ങുന്നത്. അതും ഞാൻ സ്വമേധയാ പോയി പ്രസംഗിക്കാൻ മത്സരത്തിന് ചേരുകയാണ് ചെയ്തത്. പ്രഭാഷണം എന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ആനന്ദം തരുന്ന ഒരു കലയാണ്. ഒരുപാട് സ്ഥലത്ത് മോശമായി പ്രസംഗിച്ചിട്ടുണ്ടാവണം. എല്ലാ പ്രസംഗവും നന്നാവണമെന്നില്ലല്ലോ. പക്ഷേ ധാരാളം സ്ഥലത്ത് എനിക്ക് പഠിച്ച് പ്രസംഗിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. വിഷയങ്ങളൊക്കെ കിട്ടുക, ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുക, അത് കേൾക്കാൻ താല്പര്യമുള്ളവരോട് പ്രസംഗിക്കുക. അത് പറഞ്ഞല്ലോ, ഞാൻ ആ പ്രഭാഷണോത്സവങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ ധാരാളം സ്ഥലങ്ങളിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുക, കവികളെക്കുറിച്ച് പ്രസംഗിക്കുക, അത് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനത് വളരെ സത്യസന്ധമായി ചെയ്യുന്നൊരു കാര്യമാണ്. അതിനകത്ത് ഞാനൊരു കള്ളവും പറയാതെ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടോ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ ഞാൻ ഒരു കോംപ്രമൈസും ഒരു സ്ഥലത്തും അത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടില്ല. എന്നെ ഏത് തരം രാഷ്ട്രീയക്കാർ വിളിച്ചാലും ഞാൻ പ്രസംഗിക്കാൻ പോകും. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ പറയും. അതുകൊണ്ട് ഞാൻ അവരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നോ അല്ല എന്നോ അർത്ഥമില്ല. ഞാൻ എല്ലാ മതവിഭാഗങ്ങളുടെയും യോഗങ്ങൾക്ക് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ അനുകൂലിക്കുന്നു എന്നല്ല. പക്ഷേ എനിക്ക് എല്ലായിടത്തും പറയാനുള്ള പൊതുവായിട്ടുള്ള മനുഷ്യന് ഉപയുക്തമായിട്ടുള്ള ഏറ്റവും സുഖകരമായി ഏറ്റവും വിശ്വാസത്തോടെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ഇടയാവണം എന്നാഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്.
എൻ്റെ ഒരു വിചാരം ഞാൻ നടത്തുന്ന വലിയ ഒരു സേവനമാണതെന്നാണ്. ശ്രീകുമാർ മുഖത്തല എന്ന് പറയുന്നതിന്റെ ആ ഒരു മുഖത്തല എന്ന് പറയുന്ന സ്ഥലം, മുഖത്തല മുരാരിയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അതോടൊപ്പം മുഖത്തല എന്ന പേര് കൂടുതൽ പ്രശസ്തമാകുന്നത് എനിക്ക് തോന്നുന്നു താങ്കളിലൂടെയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇനി മുഖത്തലയെ കുറിച്ച് പറയും. മുഖത്തലയെക്കുറിച്ച് ഞാൻ ധാരാളം എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. എനിക്ക് ഏറ്റവും എൻ്റെ ജന്മദേശമല്ലേ. ഒരുപക്ഷെ അത് ഇപ്പം ഇന്ന് കാണുന്ന ഞാൻ രൂപപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഖത്തലയായിരിക്കണം. അവിടുത്തെ മഹാക്ഷേത്രം, അതിന് ചുറ്റുപാടുമുള്ള മനുഷ്യർ, പിന്നെ എൻ്റെ അച്ഛനമ്മമാർ. എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. മുഖത്തല ചക്രപാണി മാസ്റ്റർ എന്ന് പറയും. ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം കുറച്ചൊരു വേദാന്തത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്തു. വലിയ പ്രഭാഷകനൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛൻ എന്നിലേക്ക് സംക്രമിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നാട്ടിൽ നിന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മനുഷ്യരെയും സമത്വത്തോടുകൂടി കാണണം, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു ബോധം അച്ഛൻ എന്നിൽ വളരെ കാലത്ത് തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിക്ഷേപിച്ചു. അച്ഛൻ അങ്ങനെ ഒരു വേർതിരിവ് ഒരാളോടും ഉണ്ടായിരുന്നില്ല. ആ കാലത്തൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ധാരാളം പേര് നാട്ടിലുണ്ടായിരുന്നു. ജാതീയമായ അവഗണന അനുഭവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പഴയ സവർണ സമുദായക്കാരെന്നോ ഉയർന്ന സമുദായക്കാരെന്നോ ഒക്കെ പറയുന്ന ആളുകളുടെ ജാതിബോധത്തിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ പലതിലും അത് നമ്മൾ ചെയ്യുന്ന ഒരു സൗജന്യത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നു എന്ന നിലയിൽ വന്നിട്ടുണ്ടാവാം. പക്ഷെ എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അതല്ല. അച്ഛൻ അത് അങ്ങനെ ഒരു വിചാരമേ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ആ ഒരു തുല്യത അച്ഛൻ്റെ ജീവിതത്തിൽ, പ്രവർത്തനത്തിൽ എല്ലായ്പ്പോഴും അച്ഛൻ ആ തുല്യത പ്രകടിപ്പിച്ചിരുന്നു. അച്ഛനിൽ നിന്ന് ഞാൻ സമത്വം ശീലിച്ചു. അച്ഛനിൽ നിന്ന് ഞാൻ പൊതുപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ ശീലിച്ചു. അപ്പോൾ ആ ഇറങ്ങി പുറപ്പെട്ട അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഞാൻ എൻ്റെ സാമൂഹിക പ്രവർത്തനം ഞാൻ പഠിച്ചു, രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചു. എനിക്ക് ശക്തമായ രാഷ്ട്രീയ അവബോധം ഉണ്ടായി. അപ്പോൾ അതെല്ലാം എനിക്ക് മുഖത്തല തന്നതാണ്. എൻ്റെ സംഗീതബോധം മുഖത്തല തന്നതാണ്. എൻ്റെ സാഹിത്യബോധം മുഖത്തല തന്നതാണ്. എൻ്റെ ജീവിതബോധം മുഖത്തല തന്നതാണ്. അപ്പം ഈ പേര് ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിരിക്കുമ്പോൾ ഞാൻ അവിടെയല്ല വളരെ വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. പക്ഷെ ആ പേരിൽ അടങ്ങിയിട്ടുള്ളത് എനിക്ക് എന്നെ തിരിച്ചറിയാനുള്ള ഒരു സ്ഥലപ്പേര് മാത്രമല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം എനിക്ക് തന്നിട്ടുള്ള എല്ലാ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ജൈവ ഗുണങ്ങളെയും ഞാൻ ഇതാ സ്വീകരിച്ചത് ഈ നാട്ടിൽ നിന്നാണ് എന്ന് പറയുകയാണ് അതുവഴി ചെയ്യുന്നത്. ഈ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയിൽ ഈ മുഖത്തല നൽകിയിട്ടുള്ള എല്ലാ സമ്പത്തും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ പേര് സൂചിപ്പിക്കുന്നത്. അല്ലാതെ എന്നെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം മാത്രമല്ല. മുഖത്തല എന്ന് പറയുന്ന സ്ഥലം, അച്ഛൻ, അമ്മ ഇതൊക്കെ താങ്കളെ ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട്. താങ്കളെ നയിക്കുന്ന ആ ഒരു ആദർശം എന്താണ്? അപ്പൊ ഞാൻ കുട്ടിയായിട്ട് വളർന്നു വരുന്ന കാലത്ത് എൻ്റെ മുമ്പിൽ നിരവധി മാതൃകാ പുരുഷന്മാരുണ്ടായിരുന്നു. അവരെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടാണ് ഞാൻ വളരുന്നത്. എന്നിൽ പല പല സ്വാധീനങ്ങളുടെ ഒരു സംഗമം ഉണ്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. പാർട്ടി പിളർന്നപ്പോൾ അച്ഛൻ ആശയം ഉപേക്ഷിച്ചില്ല, പക്ഷെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചു. അച്ഛനെ കുറിച്ചുള്ള കവിതയിൽ എഴുതിയിട്ടുണ്ട്, പിളർന്നു സൂര്യൻ, രണ്ടു ഭാഗവും ഇരുട്ടായി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ദർശനം എന്ന് പറയുന്ന സൂര്യനാണ് പിളർന്നത്, പക്ഷെ രണ്ടു ഭാഗത്ത് ഇരുട്ടാവുകയാണ് ചെയ്തത് എന്ന് അച്ഛനെ പോലെയുള്ള ആളുകൾ കരുതിയിരുന്നു. അവർ വീണ്ടും ഒരു യോജിപ്പാണ് സ്വപ്നം കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ഛനിൽ ഇടതുപക്ഷ ചിന്താഗതിയും അത്തരം ഒരു മാനവിക ദർശനവും അച്ഛനിൽ അവശേഷിച്ചു. പക്ഷെ ഒരു ആശ്വാസത്തിന് വേണ്ടി അച്ഛൻ ചെന്ന് കയറിയത് വേദാന്തത്തിലാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സമന്വയം കേട്ടുകൊണ്ടാണ് ഞാൻ വളരുന്നത്. അപ്പൊ എന്നിൽ അത് രണ്ടും ഇപ്പോഴും ഉണ്ട്. ഒരു മാനവികതാ ദർശനവും പക്ഷേ വേദാന്ത ദർശനത്തിന്റെ ഒരു സ്വാധീനവും എന്നിലുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് യോജിക്കാവുന്നതാണെന്ന് എൻ്റെ അച്ഛൻ വിശ്വസിച്ചിരുന്നു. അത്രത്തോളം ഇല്ലെങ്കിലും ഇത് തമ്മിൽ അങ്ങനെ വിപരീതമായി രണ്ട് ദിശയിൽ പോകുന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എന്നിൽ അത് രണ്ടും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ എൻ്റെ അച്ഛനിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ നാട്ടിലുണ്ടായിരുന്ന ഒരു തോക്കു ഗോപാലപിള്ള എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ കുറേ ആളുകളുടെ കൂടെ പോലീസ് എതിരിട്ട് വരുമ്പോൾ, സഹന സമരത്തിന്റെ ആളുകളാണല്ലോ, അദ്ദേഹം നെഞ്ചത്തെ ഉടുപ്പ് വലിച്ചു കീറിയിട്ട് നെഞ്ച് കാണിച്ചിട്ട് നിങ്ങൾ എന്നെ വെടിവെച്ചോളൂ എന്ന് ഏറ്റവും മുന്നിലേക്ക് കയറി പറഞ്ഞു എന്നാണ് പറയുന്നത്. കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ കൗമാരകാലത്തിലോ യൗവനത്തിലോ. അതുകൊണ്ട് അദ്ദേഹത്തെ തോക്കു ഗോപാലപിള്ള എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എൻ്റെ വീട്ടിലെ നിരന്തരം സന്ദർശിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ നിന്ന്, അച്ഛനുമായിട്ട് സംഭാഷണത്തിൽ നിന്ന് ഞാൻ ഗാന്ധിജിയിലേക്ക് സഞ്ചരിക്കാനിടയായി. അപ്പോൾ അതെന്നെ അതിഗാഠമായി സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നും വളരെയധികം ബഹുമാനമുള്ള ഒരു ദാർശനികൻ ഗാന്ധിയാണ്.
വളരെ ചെറിയ പ്രായത്തിൽ മഹാഭാരതത്തിൻ്റെ 7 വോളിയവും വീട്ടിൽ അച്ഛൻ വാങ്ങിച്ചു വെച്ചു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ പരിഭാഷ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ 7 വോളിയവും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ സത്യമായും വായിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ വായിച്ചതൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെയാണ്. ഞാൻ 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന കാലത്തായിട്ടാണ് വായിച്ചത്. പിന്നെ അത് വായിച്ചിട്ടില്ല. പക്ഷേ ഞാനത് മുഴുവൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ മഹാഗ്രന്ഥത്തിൻ്റെ ആരാധകനായി. കാളിദാസ കൃതികളുടെ കുട്ടിക്കൃഷ്ണമാരാരുടെ വ്യാഖ്യാനം വായിച്ച് ഞാൻ കാളിദാസനിൽ മുഴുകി. ഏതോ ഒരു സമയത്ത് ഞാൻ കുമാരനാശാന്റെ കവിതകളൊക്കെ വായിച്ചിട്ട് ശ്രീബുദ്ധനെ ആരാധിച്ചു. ഇങ്ങനെ പലതിൻ്റെ ഒരു ബ്ലെൻഡാണ്. പക്ഷെ ആ ബ്ലെൻഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതെല്ലാം ചെന്ന് ചേരുന്ന വിശാലമായ ഒരു മനുഷ്യത്വ ബോധമുണ്ട്. അത് മനുഷ്യത്വത്തിൻ്റെ വലിയ മഹാബോധ്യമാണ്. അതെന്നെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ നിന്നാലും, ഞാൻ ഇനി കവിയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ, ഞാൻ വേറൊരാളാണെന്ന് പറഞ്ഞാൽ എല്ലാം എനിക്കറിയാം. അടിസ്ഥാനപരമായി ഞാൻ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. താങ്കൾ ഭഗവത്ഗീത ക്ലാസ്സുകൾ എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 8 കൊല്ലം ഞാൻ ഉദയന്നൂർ എന്ന ക്ഷേത്രത്തിൽ ഭഗവത്ഗീത പഠിപ്പിച്ചു. ഭഗവത്ഗീത ധാരാളം പേര് നിരാകരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്ക് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരമായ വിമർശയിതത ശേഷേണ യഥേച്ഛസി തഥാ ഗുരു. ഇതിൽ നിന്ന് വിമർശിച്ചിട്ടുള്ളത് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കതിൽ നിന്ന് സ്വീകരിക്കാനാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതൊരു വലിയ മനഃശാസ്ത്ര ഗ്രന്ഥം കൂടെയാണ് ഈ നോൺ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമ്മളതിനെ നമ്മൾ അത്തരം നോൺ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ ദർശനത്തിന് അത്രയും വലിയൊരു സ്വാധീനം നമ്മളിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ വേദാന്ത ദർശനം എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ ദർശനങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വേദാന്ത ദർശനം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് വളരെ കാര്യമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ നല്ല വേദാന്തിയായിരുന്നു. 70ാമത്തെ വയസ്സിൽ അച്ഛന് വേറെ ഒരുതരം ശാരീരിക അസ്വാസ്ഥ്യം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തൊരു നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ട് 4 ദിവസത്തിനകം മരിക്കുക ചെയ്തത്. പക്ഷെ അതിനൊക്കെ മുമ്പേ അച്ഛൻ എഴുതി വെച്ചിരുന്നു, അച്ഛന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് എഴുതി വെച്ചിരുന്നു. എന്നിട്ടും എനിക്ക് എൻ്റെ നാട്ടുകാരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് വളരെ ചെറിയ തോതിൽ അത് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു, അച്ഛന് കിട്ടാത്ത ഒരു മരണാനന്തര കർമ്മം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നീടാണ് ഞാൻ അച്ഛൻ്റെ ഡയറിയൊക്കെ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗനരകങ്ങൾ എന്ന് പറയുന്ന ഒരു വിശ്വാസമേ എനിക്കില്ല. അത് വേദാന്തികൾക്ക് ആ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ജീവിക്കുകയാണ് പ്രധാനം. അപ്പോൾ ജീവിതത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ എന്തൊക്കെ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമോ ആ കർമ്മങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതികരണങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്ത് വേറൊരു സ്ഥലത്ത് അതിന് പ്രതികരണം ഉണ്ടാകുമെന്നും വേറൊരു സ്ഥലത്ത് അതിൻ്റെ ലാഭഛേദങ്ങൾ നോക്കിയിട്ട് വേറൊരു സ്ഥലത്ത് അതിന് ശിക്ഷ വിധിക്കുമെന്നും പറയുന്നത് അങ്ങേയറ്റം വിഡ്ഢിത്തമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഞാനത് വേണ്ടെന്ന് വെക്കുന്നതെന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയുടെയും ചെയ്തിട്ടില്ല? അമ്മയ്ക്കും ചെയ്തില്ല. അപ്പോൾ അതിൽ എൻ്റെ പല സുഹൃത്തുക്കൾക്കും അസ്വസ്ഥതയുണ്ടായി. അവർക്കൊക്കെ ഇപ്പോഴും എന്നോട് അതിൻ്റെ ഒരു നീരസം ബാക്കി നിൽപ്പുണ്ട്. എന്നെ ഒരു റേഡിയോ വഴി കേട്ട് പരിചയമുള്ള ഒരാൾ എനിക്ക് അമ്മ സ്വർഗത്തിൽ പോകാതിരിക്കുന്നത് എത്രമാത്രം അസ്വാസ്ഥ്യജനകമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കത്തൊക്കെ അയച്ചു. അദ്ദേഹത്തിൻ്റെ വലിയ ആധി എൻ്റെ അമ്മ എവിടെ പോകും എന്നുള്ളതായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്വർഗത്തിലാണ് അമ്മ പോയത്. അമ്മ സ്വർഗത്തിലാണ് പോയതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ച് ബഹുഭൂരിപക്ഷം പേരും നല്ല കാര്യങ്ങളാണ് സ്മരിക്കുന്നതെങ്കിൽ അതാണ് അയാളുടെ സ്വർഗം. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ച് ബഹുഭൂരിപക്ഷം പേരും തിന്മയാണ് വിചാരിക്കുന്നതെങ്കിൽ അതാണ് നരകം. ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ എന്താണ് അവശേഷിപ്പിച്ചത് എന്നതാണ് മരണാനന്തര ജീവിതം. നമ്മൾ മരണാനന്തരം ദീർഘകാലം ഒരു ആത്മാവായിട്ട് എല്ലാ സ്ഥലത്തും അലഞ്ഞു തിരിയുന്നു എന്നുള്ളതിനേക്കാൾ അധികം ഇതാണ് മരണാനന്തര ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം എൻ്റെ അച്ഛനാണ്. പിന്നീട് ഞാൻ വേദാന്തത്തിലൊക്കെയുള്ള കൃതികളൊക്കെ വായിക്കുമ്പോൾ, ഈവൻ ഭഗവത്ഗീത വായിക്കുമ്പോഴൊക്കെ അതിൽ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ ആത്മാവിന് പുറത്തൊരു നിലനിൽപ്പില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളിലൊന്നും ഈ പറയുന്ന പരമാത്മാവിനോ ദൈവത്തിനോ ഒന്നും ഒരു ഇടപെടലുമില്ല എന്ന് അതിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ കർമ്മം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇതിൽ ദൈവമൊന്നും ഇടപെട്ടിട്ടല്ല നിങ്ങൾ നല്ലത് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ കുമാരനാശാനെ കുറിച്ച് എഴുതുമ്പോൾ ONV സാർ എഴുതിയതുപോലെ പരമപ്രകാശത്തിന് ഒരു ബിന്ദു ആരോ നെറുകയിൽ ഇറ്റിക്കയാലോ എന്ന് എഴുതിയിട്ടുണ്ട്. ബോധമെന്ന് പറയുന്ന പരമപ്രകാശത്തിൻ്റെ ഒരു ബിന്ദു നമ്മളുടെ തലയിൽ വീണിട്ടുണ്ട്. അതാണ് മനുഷ്യനെ ദൈവമാക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവങ്ങളാണ്. സൃഷ്ടിക്കാൻ കഴിവുള്ള ആളുകൾ, സംഹരിക്കാൻ കഴിവുള്ള ആളുകൾ, നിലനിർത്താൻ കഴിവുള്ള ആളുകൾ, ഇതൊക്കെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ദൈവം നമ്മളെ സൃഷ്ടിക്കും, ദൈവം നമ്മളെ നിലനിർത്തും, ദൈവം നമ്മളെ സംഹരിക്കും. ഇതാണ് നമ്മൾ ദൈവത്തിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ് മനുഷ്യൻ.
അപ്പം മനുഷ്യനിലും വലിയ അങ്ങനെ ഒരു ശക്തി നിലവിലില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു സാന്ദ്രതയുള്ള ഏതോ ഒരു വലിയ ഊർജത്തെ ആരാധിക്കാമെങ്കിൽ, ഒരു സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ബ്രഹ്മത്തെ ആരാധിക്കാമെങ്കിൽ അതായിക്കോട്ടെ. പക്ഷേ ഈ കർമ്മത്തിനെല്ലാം അതിനെ കുറ്റം പറയരുതെന്ന് വേദാന്തത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സകല കാര്യത്തിനും അതിനെ കുറ്റം പറയരുത്. അതല്ല നിങ്ങളെ അങ്ങനെ ആക്കി തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിലങ്ങനെ വിശ്വസിക്കുന്നു. അതെനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയൊരു വിശ്വാസമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ മരണാനന്തര കർമ്മമൊന്നും ചെയ്തില്ല. എനിക്കും അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇനി കുടുംബത്തെക്കുറിച്ച് എൻ്റെ ഭാര്യ സുധ 2009 ഒരു മസ്തിഷ്ക സംബന്ധമായ അസുഖം മൂലം നിര്യാതയായി. എൻ്റെ മക്കൾ 2 പേർ. മകൻ ശ്രീനാഥ്, അവനെ വീട്ടിൽ ശംഭു എന്ന് വിളിക്കും. അവൻ ഒരു പവർ ലിഫ്റ്ററായിരുന്നു. ഇപ്പോഴും അവൻ ബോഡി ബിൽഡിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അത്തരം കാര്യങ്ങളിലാണ് താല്പര്യമുള്ളത്. അവനിപ്പോൾ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മകൾ അപർണ, അവളെ ശ്രീകുട്ടി എന്ന് വിളിക്കും. അപർണ ഇപ്പോൾ MA കഴിഞ്ഞിട്ട് MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ BEd പഠിക്കുന്നു. അവൾ നല്ല നർത്തകിയാണ്. ഇങ്ങനെ ഞങ്ങൾ 3 പേരടങ്ങുന്ന ഒരു കുടുംബം. അമ്മ ഉണ്ടായിരുന്നു. അമ്മ 3 വർഷം മുമ്പ് നിര്യാതയായി. അമ്മ അധ്യാപികയായിരുന്നു. അമ്മയായിരുന്നു ഞങ്ങളുടെ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രകാശ കേന്ദ്രം. അതിൻ്റെ ഒരു ഇരുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും എന്ന് വേണം പറയാൻ. താങ്കളുടെ പെരുമാറ്റമാണ് താങ്കളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. എല്ലാവരോടും വിടർന്ന ചിരിയോടെ, ഒരു വലിപ്പച്ചെറുപ്പങ്ങളൊന്നും കാണിക്കാതെ, അതായത് നമ്മളിപ്പോൾ പ്രൊഫഷണൽ ആണെങ്കിലും താഴേക്കിടയിൽ എന്ന് സമൂഹം വിശ്വസിക്കുന്ന അവരോട് പോലും താങ്കൾ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥരോടാണെങ്കിലും എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ താങ്കൾക്ക് കഴിയുന്നു. ഈ പെരുമാറ്റം അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ എന്തെങ്കിലും സ്വാധീനത്തിൽ കിട്ടിയതാണോ, അതോ താങ്കൾ ആർജിച്ചെടുത്തതാണോ ഇങ്ങനെയുള്ള ഇങ്ങനെ ഇത്ര മനോഹരമായ പെരുമാറ്റം? അതൊരു മനോഹരമായ പെരുമാറ്റമാണ് എന്നുള്ളത് എനിക്ക് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു ഞാൻ. പക്ഷേ അതങ്ങനെ ബോധപൂർവ്വം സംഭവിക്കുന്നൊരു കാര്യമല്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പക്ഷേ എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതായിരിക്കും. വലിപ്പച്ചെറുപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്കെങ്കിലും വലിപ്പം തോന്നുകയോ അതിനകത്തൊരു ചെറുപ്പം തോന്നുകയോ എൻ്റെ ജീവിതത്തിലില്ല. വലിപ്പം എന്ന് പറഞ്ഞപ്പോൾ അധികാര ശ്രേണിയിൽ ഉന്നത അധികാരത്തിലുള്ള ആളുകളെ നമ്മൾ അധികാരത്തിൻ്റെ പേരിൽ ബഹുമാനിക്കാൻ നിർബന്ധിതരാകും. ചിലരെ നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി അവരുടെ അധികാരമില്ലാതെ തന്നെ നമ്മൾ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. അടിസ്ഥാനപരമായി ഞാൻ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും ഒരു കൂടുതൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ ഞാൻ വളരെ സത്യസന്ധമായി പറയുന്ന കാര്യമാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം നമ്മളുടെ ആകാശവാണിയിൽ തന്നെ ഇപ്പോൾ കാഷ്വൽ അസൈനീസായിട്ട് വരുന്ന ധാരാളം പേർ, അവരിൽ പലരും വലിയ ഉന്നത ബിരുദങ്ങളുള്ള ആളുകൾ, വലിയ കഴിവുള്ള ആളുകൾ, നന്നായി അഭിനയിക്കുന്നവർ, നന്നായി പാട്ടുപാടുന്നവർ. കൊച്ചിയിലും ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായി പാട്ടുപാടുന്നവർ, നല്ല സംഘാടകരായിട്ടുള്ള ആളുകൾ. അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ അവരെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാളായിരിക്കും ഞാൻ. ഔദ്യോഗികമായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിനെ ഉന്നതം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു താരതമ്യത്തിൻ്റെ പേരിലാണ്. ഞാൻ എല്ലാ മനുഷ്യരോടും അങ്ങനെയാണ്. എനിക്ക് അത്ര ഒരു സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് അതുകൊണ്ട് എന്നെ ആരും ദ്രോഹിച്ചിട്ടില്ല എന്നർത്ഥമൊന്നുമില്ല. അതൊക്കെ ഉണ്ടാവും. എന്നോട് അതൃപ്തിയുള്ള ആളുകളും ധാരാളം കാണും. പക്ഷേ എനിക്ക് ശത്രുക്കളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളോടും ശത്രുത വെച്ച് പുലർത്തുന്നില്ല. എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്ന ആളുകളോടോ എനിക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള എനിക്ക് ഒരാളോടും ശത്രുതയില്ല. ആരോടും പരിഭവമില്ലാതെ എന്ന് പറയുന്നത് MKK നായരുടെ ആത്മകഥയുടെ പേരാണ്. അദ്ദേഹം അത് എഴുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ എഴുതുമായിരുന്നു. ആരോടും പരിഭവമില്ലാതെ എന്ന് പറയുന്നത്. എനിക്ക് ആരോടും പരിഭവമില്ല. പക്ഷേ അകൽച്ചകളുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും സാത്വികനായിട്ടുള്ള മഹാത്മാഗാന്ധിയോ ബുദ്ധനോ ഒന്നുമല്ല. എനിക്ക് അകൽച്ചകളുണ്ട്. അകൽച്ചകളുള്ള ആളുകളുമായിട്ട് ഞാൻ എൻ്റെ സഹകരണം മിനിമമാക്കുകയും ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യും. പക്ഷേ അവരോട് പോലും എനിക്ക് യാതൊരു തരത്തിലുള്ള ഗ്രഡ്ജും ശത്രുതയുമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നൊരു സമയമുണ്ട് എനിക്ക് ശത്രുത ഉണ്ടായിരുന്നു, ആളുകളോട് ഗ്രഡ്ജ് ഉണ്ടായിരുന്നു, ഞാൻ ആളുകളെ വർത്തമാനം പറഞ്ഞ് വേദനിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിട്രോസ്പെക്ഷൻ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ആന്തര പരിശോധന നടക്കുന്നുണ്ട് എന്നിൽ. ഇതൊക്കെ ഞാൻ ആരംഭിക്കുന്നത് കൊച്ചി ചെന്നതിന് ശേഷമാണ്. അതും കൂടെ പറയണമല്ലോ. കൊച്ചി ആകാശവാണിയിൽ ചെന്നതാണ് എൻ്റെ മാറ്റത്തിൻ്റെ കാരണം. ഞാൻ ഒരുപാട് ആന്തര പരിശോധനകൾ ആരംഭിച്ചു. ആ ആന്തര പരിശോധനയാണ് എന്നെ, അതിനു മുമ്പ് ഞാൻ എൻ്റെ പെരുമാറ്റം ഇത് തന്നെയാണ് കേട്ടോ. ഒരുപക്ഷെ സജീദേവിക്ക് എന്നെ അതിനൊക്കെ വളരെ മുമ്പേ അറിയാം. അന്നും എൻ്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില കാലുഷ്യങ്ങളെ ഞാൻ പൂർണ്ണമായി ഒഴിവാക്കി. ഇപ്പോൾ എനിക്ക് ഒരു കാലുഷ്യവും എൻ്റെ മനസ്സിൽ ഒരാളോടുമില്ല. എന്നിൽ സഹജമായ ചില തിന്മകളുണ്ടാവാം, പക്ഷേ എനിക്ക് മനുഷ്യരോട് കാലുഷ്യമില്ല. എനിക്ക് എല്ലാവരോടും ഒരുപോലത്തെ സമീപനമാണ്. അത് സാധ്യമാകുമോ? ഇയാളിപ്പോൾ ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ട് വെറുതെ പറയുന്നതല്ലേ എന്നൊക്കെ തോന്നാം, പക്ഷേ അതൊരു സത്യമാണ്. താങ്കൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ?
വളരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊരു വിശ്വാസിയാണ്. പക്ഷേ ഞാൻ വലിയ ക്ഷേത്ര വിശ്വാസിയായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ മുഖത്തല ക്ഷേത്രത്തിന് തൊട്ട് പടിഞ്ഞാറെ വീട്ടിലാണ് താമസം. ഞാൻ 3 നേരം അമ്പലത്തിൽ പോകുന്ന ആളായിരുന്നു. ഇപ്പോഴും ഞാൻ വിശ്വാസിയാണ്, ക്ഷേത്രങ്ങളിലൊക്കെ പോകും. പക്ഷേ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്ന അതിനെ നമ്മളിപ്പോൾ ഈ മതവിശ്വാസം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് തീർത്തും അപ്രത്യക്ഷമായി. എനിക്ക് മതവിശ്വാസമേ ഇല്ല. എനിക്ക് മതങ്ങളുടെ ദർശനങ്ങളോട് താല്പര്യമുണ്ടെന്നല്ലാതെ എനിക്ക് മതങ്ങളോട് താല്പര്യമില്ല. അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നടത്തിപ്പുകളോട് താല്പര്യമില്ല. അതിൻ്റെ സംവിധാനങ്ങളോട് താല്പര്യമില്ല. പക്ഷേ ഇതിനോടെല്ലാം നമുക്ക് പൊരുത്തപ്പെടേണ്ടി വരും. ഇവിടെയെല്ലാം പോകേണ്ടി വരും, സഹകരിക്കേണ്ടി വരും. ഞാനിപ്പോൾ ശബരിമല കമൻട്രിക്ക് പോകുമ്പോൾ മതസംവിധാനത്തോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടപെടുമ്പോഴും എനിക്ക് ആ സംവിധാനത്തോട് താല്പര്യമില്ല. ഞാനതിൽ കലരുന്നില്ല, ഞാനതിൽ കർത്താവാകുന്നില്ല. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എനിക്കൊരു വിശ്വാസമൊക്കെ ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. മുഹത്തല മുരാരിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഞാൻ നിരീശ്വരവാദി ആയാൽ പോലും ഞാൻ മുഹത്തല മുരാരിയെ വിശ്വസിക്കും. MD വാസുദേവൻ നായർ പറഞ്ഞ പോലെ കൊടിക്കുന്നത്തമ്മയോ മറ്റോ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് മുഹത്തല മുരാരിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞാൻ അറിയാതെ മുരാരി എന്നാണ് വിളിക്കുക. ഞാൻ നിരീശ്വരവാദി ആയാലും വിളിക്കും കേട്ടോ. അതെൻ്റെ ഒരു ജനറ്റിക്കലായിട്ട് എനിക്ക് വന്നു പോയതാണ്. ഞാൻ അമ്മയെന്ന് വിളിക്കും. എനിക്ക് ഈ ദേവീ സങ്കല്പം എനിക്ക് അസാധ്യ ഇഷ്ടമുള്ളൊരു സങ്കല്പമാണ് ഈ അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പം. പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു അമ്മയുണ്ടോ എന്ന് പറയുന്നത്, അതിന് പല ഭാവങ്ങളുണ്ടോ എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിലൊക്കെ ആ പറയുന്ന ഭാവങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ കാവ്യാത്മകതയിലൊക്കെ ഞാനിങ്ങനെ അഭിരമിക്കും. ബുദ്ധനെ വലിയ ഇഷ്ടം. അതുകൊണ്ട് ബുദ്ധമതത്തിൽ കാണുന്ന എല്ലാ ബുദ്ധമതക്കാരിൽ ക്രൗര്യമുള്ള ആളുകളും അല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ആ ക്രൗര്യത്തെ നമ്മൾ അനുകൂലിക്കുന്നില്ല. ക്രിസ്തുവിനെ വളരെ ഇഷ്ടം. പക്ഷേ അത് ഒരു സംഘടിത മതമായി മാറി അതിൻ്റെ വ്യവസ്ഥകളോട് അത് നടപ്പാക്കാൻ വേണ്ടി മനുഷ്യരുടെ മേൽ അത് ചെലുത്തുന്ന സംഭവങ്ങളോട് എനിക്ക് താല്പര്യമില്ല. അതാണ് എൻ്റെ വിശ്വാസം. വളരെ തിരക്ക് പിടിച്ച നീണ്ട 35 വർഷക്കാലം അല്ലെ ഔദ്യോഗിക ജീവിതം എങ്ങനെയായിരുന്നു? അതിനാണ് പരിസമാപ്തിയാകുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് താങ്കൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? 35 വർഷത്തെ ജീവിതം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു ജീവിതമാണ്. അതിൽ ഞാനിങ്ങനെ ആണ്ടുമുഴുകി. എനിക്ക് 497 മെഡിക്കൽ ലീവ് ബാക്കിയുണ്ട്, ഞാൻ എടുത്തിട്ടേ ഇല്ല. 300 ഏൺ ലീവ് ബാക്കിയുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് ഏതാണ്ട് 4ഓളം ലീവ് ലാപ്സായി പോയിട്ടുണ്ട് എനിക്ക് എടുക്കാവുന്നത്. ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ എന്നെ ആരെങ്കിലും പ്രേരിപ്പിച്ചതുകൊണ്ടല്ല. എനിക്ക് വരണം എന്ന് തോന്നിയത് കൊണ്ട്, ഞാൻ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വാങ്ങുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനും വാങ്ങുമായിരുന്നു. അപ്പോൾ അതിൽ 3/4 പങ്ക് പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഫിക്ഷൻ വായന വളരെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് തുടർച്ചയായി വായിക്കണം എന്നൊരാഗ്രഹം. കവിത എഴുതുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാനൊരു നോവൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോവൽ എനിക്ക് തീർക്കണം. ഈ പാട്ടും പൊരുളും വേറൊരു തരത്തിൽ എഴുതി അതൊരു പുസ്തകമാക്കണം. പിന്നെ ഗ്രാമകേരളത്തിനൊക്കെ വേണ്ടി എഴുതിയ കുറേ അത്തരം പുസ്തകങ്ങളുണ്ട്, അതൊരു പുസ്തകമാക്കണം. പിന്നെ എൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെടാതെ ഇരിക്കുന്ന കുറേ കവിതകൾ ഉണ്ട്, അതൊക്കെ പുസ്തകമാക്കണം. അങ്ങനെയൊക്കെ എൻ്റെ ആഗ്രഹങ്ങളിൽ പെടും. 35 കൊല്ലം ജോലി ചെയ്തതല്ലേ, ഇനി നമുക്ക് കുറച്ച് ആലോചിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആകാശവാണിയിൽ ജോലി ചെയ്യുമ്പോൾ ആലോചന കുറവാണ്. നമ്മൾ ഒരു ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തേക്ക്, ഒരു പരിപാടിയിൽ നിന്ന് അടുത്ത പരിപാടിയിലേക്ക് ഇൻസ്റ്റൻറ്റ് പരിപാടികൾ. ഇപ്പോൾ എഴുതണം ഫീച്ചർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എഴുതുന്നു. ചുമട് താങ്ങി നാളെ എഴുതണം, നാളത്തേക്കുള്ളത് ഇന്ന് എഴുതണം. അപ്പോൾ നമ്മളങ്ങനെ ടൈം ബൗണ്ടായിട്ട് എഴുത്ത്, വായന, പ്രശ്നം. നമ്മൾ പിന്നെ അവിടുത്തെ 100 കാര്യങ്ങൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 75ാം വാർഷികമായിരുന്നു. അത് ആരംഭിച്ചത് ഞാൻ ആരംഭിച്ച ഒരു പ്രഭാഷണ പരമ്പരയോടുകൂടിയാണ്. ആ പ്രഭാഷണ പരമ്പര 12 പ്രഭാഷണങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിറയെ പരിപാടികൾ. അതിൻ്റെ എല്ലാം നേതൃസ്ഥാനത്ത് നിൽക്കാൻ ഇടവന്നിട്ടുണ്ട് ശിവകുമാർ സാറിൻ്റെ തൊട്ട് താഴെയായിട്ട്. കഠിനമായി ജോലി ചെയ്തു എന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. പുസ്തകം വായിക്കും, എഴുതും. എനിക്കിപ്പോൾ ആത്രേയകം എന്ന് പറയുന്ന നോവൽ വായിച്ച് ഞാൻ വളരെയധികം ത്രില്ലടിച്ചു. തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ പുസ്തകം നിലത്ത് വയ്ക്കാതെ വായിക്കുന്നു. അപ്പോൾ അതെല്ലാം വായിക്കണം. കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുസ്തകമാക്കണം, അതിനുവേണ്ടി എഴുതണം. പിന്നെ എന്നെ പ്രസംഗിക്കാൻ ആളുകൾ വിളിക്കുമെങ്കിൽ എനിക്ക് നിറയെ പോയി പ്രസംഗിക്കണം. ഇതൊക്കെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ കെട്ടുപാടുകളൊന്നുമില്ലാതെ എനിക്കത് ചെയ്തുകൊണ്ടിരിക്കുകയും ധാരാളം മനുഷ്യരെ കാണുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ട്, എനിക്ക് പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, എനിക്ക് ബന്ധുക്കളെ പോലെയുള്ള ആളുകൾ. എനിക്ക് ബന്ധുക്കൾ വളരെ കുറവാണ്. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ബന്ധുക്കളെക്കാൾ ബന്ധുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് വേണ്ട വിധത്തിൽ കാണണം, അവരുമായിട്ടൊക്കെ ഇടപെടണം.
അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ ഈ കുട്ടികൾ അവരുടെ ജീവിതം അതിനൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. അവർക്കൊക്കെ പരമാവധി സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഇനിയും നൽകി അവരുടെ ജീവിതത്തെ കാണുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ കാണുകയും അറിയുകയും ഒക്കെ ചെയ്ത് എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വെടിപ്പായ വസ്ത്രം ധരിക്കുക, കളർഫുള്ളായിട്ട് വസ്ത്രം ധരിക്കുക, അത് നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കുക, അവരെ അഭിനന്ദിക്കുന്നതിൽ സന്തോഷിക്കുക. അങ്ങനെ വേണ്ടി വന്നാൽ ഒരു കെട്ടുകാഴ്ചയുടെ മുമ്പിൽ നിൽക്കുക, സ്വയം ഒരു കെട്ടുകാഴ്ചയാവുക. അതിനൊന്നും എനിക്കൊരു മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ജീവിച്ചങ്ങ് പോവാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ അപ്രത്യക്ഷനാവും. അങ്ങനെ അപ്രത്യക്ഷനായി നമ്മൾ ഫെയ്ഡ് ഔട്ട് ആവുകയെന്ന് ആകാശവാണിയിലുള്ളവർക്കറിയാം. ഫെയ്ഡ് ഔട്ട് ആവുക. പാട്ടൊക്കെ ഇങ്ങനെ നേർത്ത് നേർത്തില്ലാതെയാവില്ലേ? അതുപോലെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച് 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 ഫെയ്ഡ് ഔട്ട് ആയി പോകണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതത്തിലേക്ക് കൂടുതൽ രമിക്കുക എന്നാണ് അർത്ഥം. താങ്കൾക്ക് സാഹിത്യ ലോകത്ത്, എഴുത്തിന്റെ ലോകത്ത് കൂടുതൽ കൂടുതൽ രമിക്കാൻ, വ്യക്തിഗത ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ രമിക്കാൻ ഇനി ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ, സമയമുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്കളിലൂടെ സാഹിത്യ ലോകത്ത് ധാരാളം കൃതികൾ ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാഹിത്യ ലോകം കാത്തിരിക്കുന്നു അങ്ങയെ. എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. നമസ്കാരം.